നമസ്കാരം, BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുതലക്കോടത്ത് നടന്നുവന്ന 16ാമത് സംസ്ഥാന യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൊടുപുഴ നഗരത്തിന് രാത്രികാലങ്ങളിൽ വെളിച്ചം വിതറുവാൻ 10 മിനി ഹൈമാക്സ് ലൈറ്റുകൾ കൂടി. ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സൗജന്യ ഇംഗ്ലീഷ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സമീപ പ്രദേശങ്ങളിലുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലയാളം മീഡിയം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പൊന്നന്താനം മലങ്കര 3ാം മൈൽ റോഡിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച നാമകരണ ബോർഡ് തുടർച്ചയായി നശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. നെയ്യശ്ശേരി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷിക സമ്മേളനം നടത്തി. കരിമണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ PG ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മുതലക്കോടത്ത് നടന്നുവന്ന 16ാമത് സംസ്ഥാന യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇവിടെ നാൾക്കുനാൾ നമ്മുടെ നിലവാരം കുറയുന്നുണ്ടോ എന്നൊരു സംശയം. എങ്കിലും വളരെ മനോഹരമായി ഈ കളി ഇവിടെ സംഘടിപ്പിക്കുകയും അത് പരിസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്ത ഇതിൻ്റെ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളം കായിക രംഗത്ത് വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മത്സരം ഇവിടെ നടന്നത്. കഴിഞ്ഞ നാളുകൾക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അവസരങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, ഗവൺമെൻറ്റുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ രംഗത്ത് പരമാവധി നിലവാരമുള്ള മത്സരങ്ങളും കളികളും ഒക്കെ നടത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വിജയിച്ചു. തിരുവനന്തപുരവും തൃശൂരും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ 3-1 തൃശൂർ വിജയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നല്ല റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷ് കുമാറിന് തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ഉപഹാരം നൽകി. ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ, സെക്രട്ടറി KA ഷാജി, KJ ഷമീർ, MH സജീവ്, PS അലിൻകുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പിന്നെ പറയാം മെയിനായിട്ട് തൊടുപുഴ ലയൺസ് ക്ലബ് നേതൃത്വത്തിൽ റൈറ്റ് ടേൺ സമ്മർ വെക്കേഷൻ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തൊടുപുഴ ഡിപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂർ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ചു. പഠനകാലം അല്ല, പ്രാഥമികമായിട്ടും അതൊരു ഒഴിവ് കാലമാണ്. പഠനത്തിൽ നിന്നും ഒഴിവെടുത്ത് വിനോദങ്ങൾക്കും മറ്റ് പരിപാടികൾക്കുമായി നാം മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടം എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും അവധിക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ മറ്റ് പല സങ്കല്പങ്ങൾക്കും വളരെയധികം മാറ്റം വന്നതോടൊപ്പം അവധിക്കാല സങ്കല്പങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുള്ള കാലം എന്ന് വെച്ചാൽ പുസ്തകം കയ്യിലെടുക്കുന്ന കാലവും സ്കൂൾ അടയ്ക്കുന്നത് പുസ്തകം താഴെ വയ്ക്കുന്ന സമയവും എന്നുള്ള മാറ്റം, ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് കുറേ കൂടി വ്യത്യസ്തമായി ഒഴിവുകാലം പാഠ്യപ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്തേക്കാൾ കൂടുതൽ ഊർജിതമായി, അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ വ്യാപകമായി അറിവ് ശേഖരിക്കുവാനും കഴിവുകൾ വികസിപ്പിക്കുവാനുമുള്ള കാലഘട്ടമായിട്ട് ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ലയൺസ് കമ്മ്യൂണിറ്റി ഹാളിലാണ്, കൾച്ചറൽ സെൻറ്ററിലാണ്.
ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് ടി സിറിയക് അധ്യക്ഷത വഹിച്ചു. ജോണി ജോസഫ്, ജിൻഡോ മാത്യു, കെ ദീപക്, പി അജീവ്, ടോം ജെ കല്ലറക്കൽ, ജെയിൻ എൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ പാർട്ടികളെ പോലീസിന്റെ രഹസ്യ നിരീക്ഷണത്തിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും അധാർമികവുമാണെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അഭിപ്രായ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളുടെ നേർക്കുള്ള കയ്യേറ്റം കൂടിയാണെന്നും അബ്ദുൽ വഹാബ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. UDFിലെ 2 ഘടക കക്ഷികളെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യമായി നിരീക്ഷിച്ചു എന്ന് വെളിപ്പെടുത്തിയത് UDF കൺവീനർ തന്നെയാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന പാർട്ടികൾ രഹസ്യ നിരീക്ഷണത്തിന് വിധേയമാക്കപ്പെടരുത്. പോലീസിൻ്റെ നിരീക്ഷണത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് അപകടകരമാവുക, ആഭ്യന്തര ശിഥിലീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, കൃത്യങ്ങളിൽ ഇൻവോൾവ് ആവുക, നിരീക്ഷിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരം ആളുകളെ നിരീക്ഷിക്കാനാണ് പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യ വിഭാഗവും നിയോഗിക്കപ്പെടേണ്ടത്. അല്ലാത്തത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെയും ലംഘനമാണ്. അത് വളരെ ഗൗരവപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ നിരീക്ഷണം നടന്നിട്ടുണ്ടെന്ന UDF കൺവീനറുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് VS മുഹമ്മദ് ഷെരീഫ്, ജനറൽ സെക്രട്ടറി M സുലൈമാൻ, VP കൊച്ചു മുഹമ്മദ്, AK അബ്ദുൽ അസീസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചാക്യാർ കൂത്ത് നടന്നു. പൊതിയിൽ നാരായണ ചാക്യാരാണ് കൂത്ത് അവതരിപ്പിച്ചത്. യാതൊരു ഭഗവാനും ശ്രീരാമചന്ദ്രന്റെ പരമഭക്തനായിരിക്കുന്ന ശ്രീ ഹനുമാനോ സമുദ്രത്തെ ലംഘിച്ച് ലങ്കയെ പ്രാപിച്ചതിന്റെ ശേഷം ശിംശപാവൃക്ഷമൂലസ്ഥയായിരിക്കുന്ന സീതാദേവിയെ കണ്ട് അങ്കുലീയകവും അടയാളവാക്കും അറിയിച്ചതിന്റെ ശേഷം പ്രത്യഭിജ്ഞാനമായിരിക്കുന്ന ഉദാഹരണത്തെയും അടയാളവാക്കിനെയും സ്വീകരിച്ച് ദേവിയോടും കൂടി ഓരോന്ന് പറഞ്ഞും കൊണ്ട് ഭയതവണ വർദ്ധിപ്പൂതം ചെയ്തു. തദനന്തരമാകട്ടെ കഥാവാദി രാമജീവിതേ ദക്ഷിണ പരമരാമവർദ്ധനേ. തൊടുപുഴയുടെ നഗരവീഥികൾക്ക് രാത്രികാലങ്ങളിൽ കൂടുതൽ വെളിച്ചം വിതറുവാൻ 10 പ്രധാന കേന്ദ്രങ്ങളിൽ മിനി LED ഹൈമാക്സ് ലൈറ്റുകൾ മിഴി തുറന്നു. തൊടുപുഴ നഗരസഭ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ലൈറ്റുകളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ AM ഖാലിദ് നിർവഹിച്ചു. പ്രധാനപ്പെട്ട 10 ജംഗ്ഷനുകളിൽ മിനി ഹൈമാക്സ് സ്ഥാപിക്കുന്ന വലിയ സന്തോഷമുള്ള ദിവസം നാം എല്ലാം ഒത്തുചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്ത് വെളിച്ചത്തിൻ്റെ ഒരു കുറവ്, പ്രത്യേകിച്ച് പുളമൂത്ത് ജംഗ്ഷനിൽ വെളിച്ചത്തിൻ്റെ കുറവുണ്ടെന്ന് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ 14-15 വാർഷിക പദ്ധതിപ്പെടുത്തി 10 പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുക എന്ന പ്രയത്നമാണ് രൂപം നൽകിയത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ഓഫീസ്, ടെലിഫോൺ എക്സ്ചേഞ്ച്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കാഞ്ഞിരമറ്റം ജംഗ്ഷൻ, KKR ജംഗ്ഷൻ, കാരിക്കോട് ജംഗ്ഷൻ, മുതലക്കോടം പള്ളിക്ക് മുൻവശം, അല്ലസർ ജംഗ്ഷൻ, വെങ്ങല്ലൂർ ഷാപ്പുംപടി എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം നിലവിലെ 2 ഹൈമാക്സ് ലൈറ്റുകൾ LED പ്രകാശ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വെളിച്ചത്തിനൊപ്പം നഗരസഭയുടെ വൈദ്യുതി ചാർജ് ഇനത്തിലുള്ള ചെലവ് ഗണ്യമായി കുറവുണ്ടാക്കുവാൻ ലൈറ്റുകൾ സഹായിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഒരു ലൈറ്റിന് 1 ലക്ഷം എന്ന കണക്കിൽ 10 ലക്ഷം രൂപയാണ് ഇതിനായി നഗരസഭ ചെലവഴിച്ചത്. 3 വർഷം ഗ്യാരണ്ടിയോടെയാണ് LED ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സിഡ്കോയ്ക്കാണ് ഇതിന്റെ ചുമതല. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സൗജന്യ ഇംഗ്ലീഷ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സമീപ പ്രദേശങ്ങളിലുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലയാളം മീഡിയം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ ഹൗ ടു ഗെറ്റ് അക്രോസ് അവർ ഐഡിയാസ്, നമ്മുടെ ആശയങ്ങൾ എങ്ങനെ, നമ്മുടെ മനസ്സിലുള്ളത് എങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ദാറ്റ് ഈസ് ഓൺലി പർപ്പസ് ഓഫ് ലാംഗ്വേജ്. അത് മാത്രമാണ് ഭാഷയുടെ ഒരു ആവശ്യം. അപ്പോൾ അതിന് വേണ്ടത് നമുക്കൊരു ധൈര്യമാണ്. ആ ധൈര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഏത് ഭാഷയും വഴങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നമുക്കിതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ അറിവുണ്ടാകും. അതിന് നമ്മുടെ ഇന്ന് നടക്കുന്ന സമ്മർ ഷവേഴ്സ്, ആ പരിപാടി നമ്മളെ സഹായിച്ചു. ഞാൻ ഒരു മലയാളം മീഡിയം പള്ളിക്കൂടത്തിൽ പഠിച്ചതാണ്. പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ പള്ളിക്കൂടത്തിലാണ്. നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരാളുണ്ട്. അന്നത്തെ സർക്കാർ പള്ളിക്കൂടം ഇന്നത്തെ സർക്കാർ പള്ളിക്കൂടം പോലെയല്ല.
അന്നത്തെ സർക്കാർ പള്ളിക്കൂടം എന്ന് പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ്, പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ ഇടുക്കിയിൽ. കാരണം അധ്യാപകർ പ്രിൻസിപ്പൽ ഡോക്ടർ ടി.എം. ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, ഡോക്ടർ ജോസ് അഗസ്റ്റിൻ, ഡോക്ടർ നിബു തോംസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള പുലിയർ മഹാസഭ 44ാമത് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പുലിയർ മഹാസഭയുടെ 44ാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഏപ്രിൽ മാസം 19-ാം തീയതി തൊടുപുഴയിൽ വെച്ച് നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം സമുദായ അംഗങ്ങളിലും ബഹുജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ജനുവരി മാസത്തോടു കൂടി എല്ലാ ശാഖകളിലും, ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ 70 ശാഖകളാണുള്ളത്, എല്ലാ ശാഖകളിലും വാർഷിക പൊതുയോഗങ്ങൾ പൂർത്തീകരിച്ച് താലൂക്ക് യൂണിയനുകളിൽ സമുദായത്തിനിടയിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജില്ലാ സമ്മേളനങ്ങളിലേക്കും തുടർന്ന് സംസ്ഥാന സമ്മേളനങ്ങളിലേക്കുമാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സമുദായ സംഘടനകളിൽ വളരെ ഒരു കേഡർ സ്വഭാവത്തോടു കൂടി ഒരു നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്റ്റേറ്റ് തീരുമാനങ്ങൾ സമുദായ അംഗങ്ങളിൽ എത്തിച്ച് ബഹുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നേടി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ സമുദായ സംഘടനയാണ് പുലിയർ മഹാസഭ. 19-ന് തൊടുപുഴ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ശിവൻ കോയിക്കമാലി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.വി. ബാബു, സംസ്ഥാന ട്രഷറർ തുറവൂർ സുരേഷ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് ശിവൻ കോയിക്കമാലി, സെക്രട്ടറി സി കൃഷ്ണൻ, കെ പി ചന്ദ്രൻ, പി അയ്യപ്പൻകുട്ടി, കെ പി സുധൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പൊന്നന്താനം മലങ്കര 3-ാം മൈൽ റോഡിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച നാമകരണ ബോർഡ് തുടർച്ചയായി നശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി. സ്വാതന്ത്ര്യഭടൻ പൂപ്പക്കാട്ടിൽ മയിലാടൂർ വർഗീസിന്റെ നാമധേയത്തിൽ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബോർഡാണ് അജ്ഞാതർ 3-ാം തവണയും നശിപ്പിച്ചത്. ഇരുമ്പ് ചട്ടക്കൂട്ടിലുറപ്പിച്ച ഇരുമ്പ് ഷീറ്റിൽ പതിപ്പിച്ചിരിക്കുന്ന ഫ്ലെക്സാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 22-ന് പൊന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ തോമസ് റോഡിന് നാമകരണം ചെയ്ത് അനാച്ഛാദനം നിർവഹിച്ച ബോർഡുകളിൽ ഒന്നായ മലങ്കര 3-ാം മൈലിലെ ബോർഡാണ് നശിപ്പിച്ചത്. 3 പ്രാവശ്യവും ബോർഡിൽ ഫ്ലെക്സ് ഒട്ടിച്ച ഉടനെ അജ്ഞാതർ നശിപ്പിക്കുകയായിരുന്നു. പച്ച നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങളായിരുന്നു ബോർഡിന്. 10 അടിയോളം ഉയരത്തിലുള്ള ബോർഡുകളിലൊന്ന് പൊന്നന്താനം കവലയിലുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിൽ കൂടി 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ഒരു ഭാഗം MVP കനാലാണ്. സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തിൻ്റെ മയിലാടൂർ വർഗീസ് അദ്ദേഹത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി ഒരു റോഡിൻ്റെ പേരിടാം എന്ന ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണങ്ങളല്ലാതെ ഒരു ദോഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ബോർഡ് സ്ഥാപിച്ച 2 വശത്തും ബോർഡ് സ്ഥാപിച്ചു. ഷാപ്പുംപടിയിലുള്ള ബോർഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ബോർഡ് വെച്ചതിൻ്റെ 3-ാം പൊക്കം പറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒട്ടിച്ചു. വീണ്ടും അത് അന്ന് തന്നെ കീറിക്കളഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും കൊണ്ട് ഒട്ടിച്ചു. അത് വീണ്ടും കീറിക്കളഞ്ഞു, വലിച്ചു കീറിക്കളയുകയാണ്. ഇതെന്തായാലും ഒരു ശരിയായ നടപടിയല്ല. ഇത് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്ന പലപ്പോഴും രാത്രി പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആളെ പിടിക്കാൻ സാധിക്കുന്നു. പൂപ്പക്കാട്ടിൽ കുഞ്ഞേട്ടൻ സ്ഥാപിച്ചതാണ് റാലിയിലെ ഗാന്ധി പ്രതിമ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ബോർഡ് റോഡിലിട്ട് കഴിഞ്ഞപ്പോൾ വർഗീയവാദത്തിൻ്റെ ഭാഗമായി മാത്രം വയ്ക്കുമ്പോഴെല്ലാം പറിച്ചു കളയുന്ന സാഹചര്യത്തിൽ മാറിയിരിക്കും. ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്, ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ, പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ, ഇവിടുത്തെ മന്ത്രി UDFൻ്റെ ഭാഗമായി നിൽക്കുന്നു. ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഈ പറിച്ചു കളഞ്ഞവരെ ആരെയും അറസ്റ്റ് ചെയ്യുവാനോ പഞ്ചായത്ത് നടപടി എടുക്കുവാനോ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇതുവരെയും അനങ്ങിയിട്ടില്ല. ഇത് 3-ാമത് പ്രാവശ്യം പോസ്റ്റർ ഈ വരുത്തി ആ ബോർഡ് ആദ്യ നടപടി ഈ ഭരണകർത്ത എല്ലാം നേട്ടണമെന്ന് മനസ്സിലാകുന്നില്ല. ഗ്രാമസഭ ചേർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠ്യേന തീരുമാനമെടുത്ത ശേഷമാണ് ഈ റോഡിന് മയിലാടൂർ വർഗീസ് റോഡെന്ന് നാമകരണം ചെയ്തത്. പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും അക്രമിയെ കണ്ടെത്താനായിട്ടില്ല. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നയിക്കുന്ന ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയ്ക്ക് 18-ന് ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലൂടെ തിരികെ അന്ന് ഇടുക്കിയിൽ ഈ 18-ാം തീയതി എത്തിച്ചേരുകയും മെയ് 4-ാം തീയതി എറണാകുളം കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കുകയും ചെയ്യുന്ന വാഹന പ്രചരണ ജാഥ മുന്നോട്ട് വെക്കുന്നത് കോർപ്പറേറ്റ് വർഗീയ അഴിമതി മുക്ത ഒരു കേരളം എന്ന ലക്ഷ്യം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്.
എല്ലാവർക്കും പാർപ്പിടവും കൃഷി ചെയ്യാൻ ഭൂമിയും നൽകുക, ന്യായവിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത്. തൊടുപുഴയിൽ മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്നേ ദിവസം വൈകിട്ട് 4-ന് അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. ജില്ലാ പ്രസിഡന്റ് പി അനസ്, സജി നെല്ലാനിക്കാട്ട്, MK ജനാർദ്ദനൻ, നസിയ ഹസൻ, KS സുബൈർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.